ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഭാരപ്പെടുന്നേ? ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നത്? ഞാൻ ഇവിടുന്ന് മാറി, എനിക്കിവിടെ നിന്ന് പറയണമെന്ന് എൻ്റെ ഹൃദയം മൊത്തം അതാ. 30 ലക്ഷം പേരുടെ ഭാവി അബ്രഹാമിന് കുഞ്ഞു ജനിക്കുന്നതിനെക്കാട്ടിൽ മുമ്പേ ഉണ്ടായിരുന്നെന്ന്, ദൈവത്തിന്റെ കരങ്ങളിലുണ്ടായിരുന്നെന്ന്. ഏത് വഴി കൂടെ ചിന്തിച്ചാൽ പറ്റും ഇത് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ നാളത്തെക്കുറിച്ച് ചിന്തിക്കുക, ആകുലപ്പെടുക. നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണോ മിണ്ടാതിരിക്കുന്നത്, അതോ ക്ഷീണം കൊണ്ട് മിണ്ടാതിരിക്കുകയാണോ? ചിന്തിച്ചു നോക്ക്, ബ്രെയിനൊക്കെ ഒന്ന് വർക്കാകട്ടെ. ജോസഫ് ഉണ്ടായിരുന്നെന്ന്, മോസസ് ഉണ്ടായിരുന്നെന്ന്, 30 ലക്ഷം ഇസ്രായേൽ മക്കൾ ഉണ്ടായിരുന്നെന്ന്. എന്റെ കർത്താവേ. ശരി, നമുക്ക് മടങ്ങി വരാം. നിങ്ങൾ ദൈവവചനം കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് പുതിയ ഒരു സ്ലൈഡ് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. റൈറ്റ്. കർത്താവിന് സ്തോത്രം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ഒരിക്കൽ കൂടെ എവിടെ വരെയാ പഠിച്ചേ? BC സെക്കരിയാവ് എന്ന പ്രവാചകനാകുന്നേ? സെക്കരിയ എന്ന പ്രവാചകനാകുന്നേ BC 520. നിങ്ങൾ പറഞ്ഞോ? അടുത്തത് ഈ മതിലില്ലാതെ കിടക്കുന്നതിന്റെ ചരിത്രമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. മതിലില്ലാതെ കിടക്കുന്നത്, ഞാൻ ഇനി അവിടെ തൊട്ട് പറഞ്ഞു വരുന്നില്ല, റിപ്പീറ്റ്. മതിലില്ലാതെ കിടക്കുന്നത് BC 606 ആദ്യമായിട്ട് ആര് കയറി വരുന്നേ? ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം 520 അവിടോട്ട് വരാം. അവിടോട്ട് വരണമെങ്കിൽ നമ്മൾ പുറകിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കണം. കാരണം എന്തും കൊണ്ടാണ് മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറഞ്ഞു. മതിലില്ലാതെ തുറന്നു കിടക്കും, എന്നാൽ ഞാൻ അവർക്ക് ചുറ്റും തീമതില. അതിന്റെ മിസ്റ്ററിയാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ബാബിലോണിയ രാജാവ് വന്നു, ആരെയൊക്കെ പിടിച്ചോണ്ട് പോയി, ഇത് ഞാൻ പറഞ്ഞു. അടുത്തത് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് വന്നത്. BC 596 വന്നു. അന്ന് വന്ന് പിടിച്ചോണ്ട് പോയതാണ് ആരൊക്കെയാ? എസക്കിയേൽ പ്രവാചകൻ. പുരോഹിതന്മാരെയും സ്കിൽഡ് ക്രാഫ്റ്റ്മാന്മാരെയും പിടിച്ചോണ്ടുപോയി, നിപുണന്മാരായ ആൾക്കാരെ പിടിച്ചോണ്ടുപോയി. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് എസക്കിയേൽ പ്രവാചകൻ. മൂന്നാമത് വരുന്നത് എന്നാ വരുന്നേ? BC 586. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ ഒരു 10 വർഷത്തിന്റെ ഗ്യാപ്പ് നോക്കിയാൽ മതി. 606 നോക്കിയാൽ മതി. 606 ഓർത്തിട്ട് 10 വർഷത്തിന്റെ ഗ്യാപ്പ്. നിങ്ങൾക്കറിയാമല്ലോ BC പുറകിലോട്ടാ പോകുന്നതെന്ന് അറിയാമല്ലോ. BC പുറകിലോട്ട്. അപ്പൊ നോക്കിയേ, 10 വർഷത്തിന്റെ ഗ്യാപ്പ്. 606, 596, 10 വർഷം. അടുത്ത 10 വർഷം എളുപ്പത്തിൽ പഠിക്കാം. 586 വന്ന് ടെമ്പിൾ വരെ ഡിസ്ട്രോയ് ചെയ്തു. ടെമ്പിൾ ഡിസ്ട്രോയ് ചെയ്യുക മാത്രമല്ല, ഇനി ഇവിടെ നിന്ന് ഞാൻ ചിലത് പറയാൻ പോവാം. യെരുശലേം എന്ന് പറഞ്ഞ പട്ടണം മതിലുള്ള പട്ടണമായിരുന്നു. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരുന്നു. ഇന്ന് തൊട്ട് യഹോവ എന്നേക്കും തന്നെ ജനത്തെ ചുറ്റിയിരിക്കും. നിങ്ങൾ കേട്ടോ? എനിക്ക് അറിയത്തില്ല, എൻ്റെ ഹൃദയത്തിൽ അത് വീണ്ടും ഇങ്ങനെ തികട്ടി വരിക. നിങ്ങളെ ദൈവം നടുമ്പോൾ നല്ല സ്ഥലം നോക്കിയ ദൈവം നടത്തുള്ളൂ. നിങ്ങളെ എവിടെയെങ്കിലും നിങ്ങളെ ഒരു കുടുംബത്തിൽ കയറ്റി ദൈവം നടുന്നുണ്ടോ? നല്ല കുടുംബത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ദൈവഹിതമായിരിക്കണം, കൊണ്ടുപോകത്തുള്ളൂ. ദൈവം അറിയാം നിനക്ക് പറ്റിയ ഈ എല്ലാ ചെടി എല്ലായിടത്തും കൊണ്ട് നടാൻ പറ്റത്തില്ല, അതറിയാമോ? മുന്തിരി കൊണ്ട് നടണമെങ്കിൽ മുന്തിരി കൊണ്ടുവന്ന് ബീഹാറിൽ കൊണ്ട് നട്ടാൻ പറ്റത്തില്ല, ചൂടാ. മുന്തിരി കുറച്ചുകൂടെ തണുപ്പ് സ്ഥലവും അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് നടണ്ടേ. ഓരോ ചെടിയുണ്ട്, ഓരോ ഫ്രൂട്ട്. ആ ഫ്രൂട്ട് വളരേണ്ട അടുത്ത് വളർന്നാൽ മാത്രമേ രുചിയുള്ളൂ, അല്ലേ? മുന്തിരി വളരും. ഇപ്പൊ ഓറഞ്ചിന്റെ സ്ഥലമാണ് നാഗ്പൂർ, മുന്തിരിയുടെ സ്ഥലമാണ് കർണാടകയും തമിഴ്നാടും ഒക്കെ. ഈ ഏരിയ മുന്തിരിയുടെ സ്ഥലമാണ്. പിന്നെ ആപ്പിളിന്റെ സ്ഥലമാണ് കാശ്മീരും ഹിമാലയവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പർവ്വതം മൊത്തം കാണാം, ആപ്പിൾ മരം കാണാം.
ഞങ്ങൾ ഹിമാലയത്തിലോട്ട് അവിടെ ഉത്തരാഖണ്ഡൊക്കെ പോകുമ്പോൾ കാണാം ഇങ്ങനെ കവർ ചെയ്ത് നിർത്തിയേക്കുന്നത്. നമ്മുടെ ഈ ലിച്ചിയൊക്കെ കവർ ചെയ്ത് നിർത്തുമല്ലോ, നെറ്റ് വെട്ട് അതുപോലെ കവർ ചെയ്ത് നിർത്തിയേക്കുന്ന കാണാം. ഉടുപ്പിടിപ്പിച്ച് നിർത്തിയേക്കുന്നതാണ് ചെടിയെ. കാരണം മറ്റൊന്നും ആപ്പിൾ ട്രീയാ. ഓരോന്ന് വളരേണ്ട സ്ഥലമുണ്ട്. നിങ്ങളെ ദൈവം നടേണ്ട സ്ഥലത്താ ദൈവം കൊണ്ടുവന്നേ. നിങ്ങൾ അവിടെ നിന്നെങ്കിൽ മാത്രമേ ഫലം കഴിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫലത്തിന് രുചി ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറ, യെരുശലേമിനെ ദൈവം കൊണ്ട് നട്ടത് നല്ല സ്ഥലത്താണ്. പർവ്വതങ്ങൾ ഉണ്ടായിരുന്നു, കാവല് കാണിക്കുന്ന. ഇനിയും മതിലുണ്ടായിരുന്നു. മതിൽ ഭയങ്കര പട്ടണത്തിന് ചുറ്റും മതിലുണ്ടായിരുന്നു. ആലയം, അയ്യോ പ്രൗഢ ഗംഭീരമായ ആലയം. ആര് പണിതത് ആലയം? ശലോമോൻ. എത്ര വർഷം എടുത്ത് പണിയാൻ? എത്ര ഓർക്കുന്നില്ല, എത്ര വർഷങ്ങൾ എടുത്ത് പണിയാൻ. ഭയങ്കര പ്രൗഢ ഗംഭീരമായ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ദേവദാരുവും പണിക്കാരെയും കല്ലുവെട്ട് കൊത്തുപണി ചെയ്യുന്നു എല്ലാവരെയും കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ചെയ്തേ. ഭയങ്കരമായിട്ടാണ്. ഇത് ആലയം ഉണ്ടായിരുന്നു, പക്ഷെ ആലയത്തിൽ വസിക്കേണ്ടവനില്ലായിരുന്നു. കേട്ടോ, ആലയം ഭയങ്കരമായിരുന്നു, പക്ഷെ ആലയത്തിൽ വസിക്കേണ്ടിയവൻ ഇല്ലായിരുന്നു. പല പ്രാവശ്യം ദൈവം വാൺ ചെയ്തു. നമ്മുടെ ലൈഫിൽ ഓർത്തോ, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, അവിടെ എല്ലാം ഭയങ്കര ബംഗ്ലാവ് ഉണ്ടായിരിക്കാം, പക്ഷെ ബംഗ്ലാവിൽ ആളില്ലെങ്കിൽ ശൂന്യമാണ്. പക്ഷെ നിങ്ങളുടെ വീട് ചെറിയ വീടാണോ, കൊച്ചു വീടാണോ, അയ്യോ ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ മരുഭൂമിയിലെ കാറ്റ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഊരാൻ തക്കവണ്ണമുള്ള കുറ്റി അടിച്ചതാണോ? കൂടാരമാണ്. നാളെ പോകണമെങ്കിൽ ഊരണം, അത്രയ്ക്കുള്ളതേ ഉള്ളൂ. കോൺക്രീറ്റ് കൊണ്ട് പണിതല്ല. പക്ഷേ സ്വർഗം നിങ്ങളുടെ മീതെ ഉണ്ടോ? ആ വീട്, ആ കൂടാരം കൊട്ടാരമാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ ചെറിയ കൂടാരം കൊട്ടാരമാണ്. ദൈവം നിങ്ങളുടെ വീട്ടിൽ വസിക്കണം. ദൈവം. അപ്പം ടെമ്പിളിൽ നിന്ന് ദൈവം പോയി, ആലയത്തിൽ നിന്ന് ദൈവം പോയി. പോയത് 606. എൻ്റെ ഒരു കണക്ക് പ്രകാരം അവരുടെ വോള് നഷ്ടപ്പെടുന്നത് 606. ഞാൻ മനസ്സിലാക്കിയത്. കാരണം എപ്പോഴാണോ ആത്മിക മതിൽ നഷ്ടമാകുന്നത് അന്നേരമായിരിക്കും അറ്റാക്കുകൾ വരുന്നത്. സ്പിരിച്വൽ അറ്റാക്ക് വന്ന് കയറുന്നത് എന്നായിരിക്കും? എപ്പോഴാണോ ആത്മമതിൽ നഷ്ടമാകുന്നത്, അഗ്നി മതിൽ നഷ്ടമാകുന്നത്, അന്നേരമായിരിക്കും പൈശാചിക അറ്റാക്കുകൾ വരുന്നത്. അപ്പൊ 606 മുൻപേ ഇവരുടെ എന്തു പോയിന്നറിയാമോ? ഇവരുടെ കാവല് പോയി കിടക്കുക. അത് പൂർണ്ണമായിട്ട് മാറി. അന്നേരമാണ് നെബൂഖദ്നേസർ രാജാവ് കയറി വരുന്നത്. നിങ്ങൾ ഇനി അടുത്ത പഠിച്ചാൽ യെരമ്യാവിനെ ദൈവം അയച്ചു. യെരമ്യാവ് പറയുന്നുണ്ട്, ദേ കൽദയർ വരുന്നു, കൽദയർ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്, അവരിപ്പോ ഇന്ന സ്ഥലം വരെ ആയി, മാനസാന്തരപ്പെട്. ഇസ്രായേൽ മക്കൾ തിരിച്ചു കാണിച്ചു, ഓ ഇതെന്ത് എത്ര ഞങ്ങൾ കേട്ടതാ. യെരമ്യാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യോ ഇസ്രായേൽ ഇതേണ്ട് വരുന്നുണ്ട്, ഇപ്പൊ ഇവിടെ വരെ എത്തി, മാർത്തഹള്ളി വരെ എത്തി, അടുത്തത് കുന്തനഹള്ളിയിലോട്ട് എത്തി, ഇവിടെ വരെ എത്തി, 5th ക്രോസിലെത്തി. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇസ്രായേൽ ജീവിച്ചുകൊണ്ടിരുന്നു. കർത്താവ് പറഞ്ഞു വിട്ടേര്, ഇവർ കേൾക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ കാവൽ അവസാന പ്രവാചകന്മാരെ അയച്ചു. നിങ്ങളുടെ ജീവിതത്തിലും ദൈവശബ്ദം അയക്കും. കേട്ടോ, ദൈവശബ്ദം അയക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ ഒരു വളരെ ബ്യൂട്ടിഫുൾ വേർഡ് കിടപ്പുണ്ട്. കർത്താവേ, രാത്രിയിൽ നിന്റെ ഹൃദയത്തെ ദൈവം ശോധന ചെയ്യുമെന്ന്. കേട്ടോ, ഞാൻ അതൊന്ന് സംസാരിക്കണമെന്ന് ഓർത്താ, പിന്നെപ്പോഴെങ്കിലും ആകട്ടെ. 17 സങ്കീർത്തനം ഓർത്തിരുന്നാൽ മതി. നമുക്ക് മുന്നോട്ട് പഠിക്കുമ്പോൾ കാണാം, രാത്രികളിൽ ദൈവം ഹൃദയത്തെ ശോധന ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. എങ്ങനെയാണ്, എന്തൊക്കെയാന്നൊക്കെ ഉള്ളതൊക്കെ എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നത്, സ്പിരിച്വലി ആത്മാവിൽ എനിക്ക് മനസ്സിലാക്കി തന്ന പഠിപ്പിച്ചു തരാം. ടെമ്പിൾ, ഭയങ്കര ടെമ്പിൾ ഉണ്ടായിരുന്നു, മതിലുണ്ടായിരുന്നു, വീടുകൾ, പട്ടണങ്ങൾ. ഇവർക്ക് ആർക്കും ദൈവത്തെ വേണ്ട. പണം കിട്ടി, ദൈവത്തെ വേണ്ട. അർത്ഥം പൊക്കം, നിന്റെ പണം കൊണ്ട് നീ എവിടെ വരെ പോകും നോക്കട്ടെ. പണം ഉണ്ടല്ലോ, നിനക്ക് സ്വസ്ഥതയല്ലേ, നീ ദൈവത്തെ എന്നെ വിട്ടു നടക്കല്ലേ, നിന്നെ ഇവിടെ കൊണ്ട് സ്വസ്ഥമായിട്ട് നിന്നെ കൊണ്ട് ഉറപ്പിച്ച. ഇപ്പൊ നിങ്ങൾ പറ, ചിലത് ദൈവം അനുവദിക്കുന്ന, ഇപ്പോഴത്തെ യുദ്ധങ്ങളൊക്കെ ചില ദൈവം അനുവദിക്കുന്ന.
ഇവർ കുത്തിയവെങ്കിലേക്ക് നോക്കുന്നിടം വരെ യുദ്ധം വരും, തകർച്ച വരും. നോക്കിയേ, ടെമ്പിൾ 586 വന്ന് ടെമ്പിൾ തകർത്ത് കളഞ്ഞു. ടെമ്പിൾ തകർത്തു. മൊത്തം പേരെയും പിടിച്ചോണ്ട് പോയി. ഒത്തിരി പേരെ വാളിന് വെട്ടിക്കളഞ്ഞു. ഒത്തിരി പേരുടെ മേൽ ക്ഷാമം വന്നു. ഒത്തിരി പേരുടെ മേൽ ബാധ വന്നു. വാളുകൾ ചലിച്ചു. പട്ടണം ശൂന്യമായി. ടെമ്പിൾ, ആലയം അവർ ഇടിച്ചു കളഞ്ഞു. ആലയം അവരെന്തെടുത്തു അറിയാമോ? ഇടിച്ചു കളഞ്ഞു. ആലയത്തിനകത്ത് ഇതുണ്ടായിരുന്ന ആലയം അവർ ഇടിച്ചു കളഞ്ഞു. ആലയം പോയി. ഇന്ന് ആ പട്ടണം കുപ്പക്കുന്നാക്കി തീർത്തു. പട്ടണത്തിലെ വേസ്റ്റും കൃഷിയിടങ്ങളും എല്ലാം, ഒട്ടുമിക്ക സ്ഥലങ്ങളും, അവിടെ ഇവിടെ മാത്രം ചില കൃഷികൾ മാത്രം രാജാവ് ചിലരെ ഏൽപ്പിച്ചിട്ട്, നെബൂഖദ്നേസർ രാജാവ് ചിലരെ ഏൽപ്പിച്ചിട്ട് പോയി. ബാറൂക്ക് എന്നൊക്കെ പറയുന്ന ചിലരെ ഏൽപ്പിച്ചിട്ട് പോയി. അത് ആ വേർഡൊക്കെ പഠിക്കണം. ഞാൻ അതുകൊണ്ടൊന്ന് പറയട്ടെ. എൻ്റെ കർത്താവ്, എന്നെ അത് ഭയങ്കര ചിന്തിപ്പിച്ച വേർഡാണ്. യെരമ്യാവ് ഒരു സ്ഥലത്തേക്ക് ചെല്ലുക. ആര് യെരമ്യാവിനെ കണ്ടോ അവരെല്ലാം യെരമ്യാവിനെ ഉപദ്രവിക്കും. യെരമ്യാവ് ഒരു കരയുന്ന പ്രവാചകനായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, യെരമ്യാവ് ഒരു കരയുന്ന. യെരമ്യാവിനെ കണ്ടോ എല്ലാവരും ഉപദ്രവിക്കും. കാരണം യെരമ്യാവ് ന്യായവിധിയുടെ ദൂത് പറയാൻ ഇഷ്ടമല്ല. കാരണം ന്യായവിധി പറയുന്ന മടങ്ങി വരവിന് വേണ്ടിയിട്ടാണ്. അവരുടെ നേരെ ന്യായവിധി പറയുന്നത് എന്തിനാ? ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ വേണ്ടി പറയുക. ഇത് കേൾക്കുമ്പോൾ അവര് ആ മടങ്ങി വരവല്ല ചിന്തിക്കുന്നത്. നിങ്ങളും കേട്ടോണം കേട്ടോ. ദൈവം നിങ്ങളോട് എന്തെങ്കിലും കറക്ഷൻ പറയുമ്പം നിങ്ങൾക്ക് വാശി ഉണ്ടാകണം. എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ മടങ്ങി വരവിന് വേണ്ടി പറയുന്ന ഒരപ്പൻ മക്കളെ ശിക്ഷിക്കുന്ന ഒരു മക്കൾക്കും ഇഷ്ടമല്ല. പക്ഷെ എന്തിനാ ശിക്ഷിക്കുന്നത്? മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ബാറൂക്കിന്റെ, യെരമ്യാവ് ഒരു സ്ഥലത്ത് ചെന്നു. മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോ ബാറൂക്ക് എന്ന് പറഞ്ഞ ഒരാള് എന്ത് പറ്റുന്നറിയോ? യെരമ്യാവിന് ഹെൽപ്പ് ചെയ്തു. യെരമ്യാവിന് ഹെൽപ്പ് ചെയ്ത ഉടനെ എന്താ പറ്റുന്നറിയോ? യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, നിന്നെ ആ ബാറൂക്ക് നിന്നെ ട്രീറ്റ് ചെയ്തതുകൊണ്ട് നീ ബാറൂക്കിനോട്, ബാറൂക്ക് എന്നാന്ന് തോന്നുന്നു അവന്റെ പേര്, അവനോട് പറയണം, എനിക്ക് എൻ്റെ ഓർമ്മയിൽ നീ പറയാം, അവനോട് പറയണം, നിന്റെ ജീവൻ ഈ ദേശം മൊത്തം വാള് ചലിക്കുമ്പം, നെബൂഖദ്നേസറിന്റെ വാള് ചലിക്കുമ്പം നിന്റെ ജീവൻ നിനക്ക് കൊള്ളയായി കിട്ടിയതുപോലെ തരും, നിന്നെ കൊല്ലത്തില്ല. ഒരു പ്രവാചകന്റെ ആലോചന കേട്ടോടെ, നിന്നെ കൊല്ലത്തില്ലെന്ന്. യെരമ്യാവ് ഇത് പറഞ്ഞിട്ട് പോയി. യെരമ്യാവിനെ ട്രീറ്റ് ചെയ്യുകയും യെരമ്യാവിന് വേണ്ടി നന്മ ചെയ്ത, അത്രേ ഉള്ളൂ. യെരമ്യാവ് പോയി. അടുത്ത ദിവസം പട്ടണത്തിൽ യുദ്ധം നടന്നു. ഇങ്ങനെ വാള് കയറി എല്ലാരും വെട്ടിക്കൊല്ലുക. ഒരുത്തനെ കണ്ടു, അവനെ പിടിച്ചുകൊണ്ട് മാറ്റി വെച്ചു. എന്റെ ഭാഷയെ പറയാം, പിടിച്ച് മാറ്റി വെച്ചു. ഇവിടെ നിൽക്കാൻ കൊണ്ട് മാറ്റി നിർത്തി. എല്ലാം കൊന്നു കളഞ്ഞിട്ട് അവനെ പിടിച്ചിട്ട് പറഞ്ഞു, ഒരുത്തനെ പിടിച്ചിട്ട് പറഞ്ഞു, നീ രാജാവിന് വേണ്ടി കൃഷിയുടെ മൊത്തം നോക്കിക്കോണം, ഇതിന്റെ എല്ലാം റിപ്പോർട്ട് നീ രാജാവിന് തരണമെന്ന് പറഞ്ഞു. അവന്റെ പേരെന്തോന്നറിയാം? ബാറൂക്ക്. ആര് ദൂത് പറഞ്ഞ? നിന്റെ ജീവൻ വാള് ചലിക്കുമ്പോൾ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ കിട്ടുമോ? കണ്ടോ, വാള് ചലിക്കുമ്പോൾ നിന്റെ ജീവൻ, നിങ്ങൾ പറ, ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥ ഹൃദയത്തോടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മറന്നുപോകും. യെരമ്യാവ് മറന്നുപോയി കാണും, പക്ഷെ തമ്പുരാൻ മറക്കുവോ? നിങ്ങളൊന്ന് പറഞ്ഞേ, ദൈവം മറക്കുവോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥതയും ചെയ്യാൻ നോക്കിക്കേ, തമ്പുരാൻ നിങ്ങൾക്ക് പ്രതിഫലം തന്നിരിക്കും കേട്ടോ. യെരമ്യാവിൽ കൂടെ പറഞ്ഞു, പട്ടണം മുഴുവനും തകർന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴാണോ സ്പിരിച്വൽ, എപ്പോഴാകുന്നോ ആത്മാവിന്റെ കാവൽ പോയത്, സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ പോയപ്പം, സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ എപ്പം പോയോ അന്നേരമാണ് സ്പിരിച്വൽ അറ്റാക്ക് വരുന്നത്. അത് ഫിസിക്കലാകാം, സ്പിരിച്വൽ ആകാം. എപ്പോൾ വോള് മാറിപ്പോകുമോ, പ്രൊട്ടക്ഷൻ മാറിപ്പോകുമോ, അന്നേരം അറ്റാക്ക് വരും. ഇസ്രായേൽ മക്കളുടെ മീതെ ഉണ്ടായിരുന്ന അഗ്നിമതിൽ മാറിപ്പോയി. കിട്ടുന്നുണ്ടോ? ചരിത്രം കിട്ടുന്നുണ്ടോ? അറ്റാക്ക് വന്നു, മൊത്തം തകർന്നു, ടെമ്പിൾ ഉൾപ്പെടെ തകർന്നു. ഇനി
ഞാൻ ഇവിടെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇതിനു ശേഷം ഇവിടം തൊട്ട് 70 വർഷക്കാലം ഇവര് പ്രവാസത്തിലാണ്, ബാബിലോണിലാണ്. അവര് ബാബിലോണിൽ കിടക്കുക, 70 വർഷം ബാബിലോണിലാണ്. ഏകദേശം അവിടെയാണ് ദാനിയേല്, ചന്ദ്രക്ക്, മേശക്ക്, അബേന്ദ്രോ, അതൊക്കെ ചരിത്രങ്ങൾ വേറെയാ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് എപ്പോഴും പഠിക്കാം. പ്രൊട്ടക്ഷൻ എന്നുള്ള വിഷയം നമുക്ക് പഠിക്കാം. ഈ ബാബിലോണിൽ 70 വർഷം BC കണക്ക് നോക്കിക്കോണേ. ഈ കണക്ക് ഇവിടെ കിടക്കട്ടെ. BC 539 എത്തി. 539 ഏകദേശം പ്രവാസത്തിന്റെ 68 വർഷം എത്തി കേട്ടോ. 68, 69 വർഷം എത്തി. 568 വർഷത്തോളം എത്തി പ്രവാസത്തിന്റെ. 68 വർഷം. ഇപ്പൊ നിങ്ങൾ നോക്കിയാ BC 536 തൊട്ട് ഇനിയൊന്നും 67, 68 വർഷം വരും. ഓക്കെ, ഈ 68 വർഷം എത്തി പ്രവാസത്തിന്റെ. എത്തുമ്പോഴാണ് ബെൽസസർ രാജാവിന് ഒരു ചിന്ത. ആരാ ബെൽസസർ? നെബൂഖദ്നേസർ രാജാവിന്റെ മകൻ ബെൽസസർ രാജാവ്. ഒരു ചിന്ത എന്തുവാ? എനിക്കൊരു ഭയങ്കര ഫീസ്റ്റ് നടത്തണം. ചിലരുടെ അകത്തൊക്കെ തക്ക സമയത്ത് ചില ചിന്ത വരും. ചിലത് അവന്റെ നന്മയ്ക്കായിരിക്കും, മറ്റേ ചിലത് അവന്റെ അവസാനത്തെ ചിന്തയായിരിക്കും. എൻ്റെ ഭാഷ പറഞ്ഞു, അവന്റെ അവസാനത്തെ ചിന്തയായിരിക്കും. ബെൽസസറിന് ഒരു ചിന്ത വന്നു. അതിനകത്താണ് അവൻ ആലയത്തിൽ നിന്ന് അവൻ അപ്പൻ പിതാവ് പിടിച്ചുകൊണ്ട് വന്ന പാത്രത്തിനകത്ത് സ്വർണം കൊണ്ടും വൈരം കൊണ്ടും ഉള്ള, അല്ല സ്വർണം കൊണ്ടും തങ്കം കൊണ്ടും ഉള്ള പാത്രത്തിനകത്ത് വീഞ്ഞു കുടിക്കാൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. എടുത്തോണ്ട് വന്ന് വീഞ്ഞു കുടിക്കുമ്പോഴാ, നിങ്ങൾക്കറിയാമല്ലോ, വിളക്കിന് നേരെയുള്ള ഭിത്തിയുടെ മേൽ, ചുവരിന്റെ മേൽ കൈപ്പത്തി വരുന്നത് എഴുതുന്നതും മെനെ മെനെ തെക്കേൽ ഉഫസീൻ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം ആർക്കും വായിക്കാൻ അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാലോ അത്. മെനെ മെനെ തെക്കേൽ ഉഫസീൻ എന്ന് പറഞ്ഞുകൊണ്ട് വേർഡ്, അതിന്റെ അർത്ഥം എന്തോ ആർക്കും അറിയത്തില്ല. ഏതാണ്ട് ഒരു എഴുത്ത് കണ്ടു, വായിക്കാൻ അറിയത്തില്ല. ഒരു പുള്ളി ഒരിക്കൽ മെനെ മെനെ തെക്കേൽ ഉഫസീൻ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. മോനെ മോനെ ദൈവം നിന്നെ തെക്കേ അമേരിക്കയിൽ അയക്കുമെന്ന്. മെനെ മെനെ തെക്കേൽ ഉഫസീൻ, മോനെ മോനെ ദൈവം നിന്നെ തെക്കേ അമേരിക്കയിൽ അയക്കും. ഓക്കെ, ഈ അർത്ഥം വന്ന് ദാനിയേൽ വായിച്ചു കൊടുത്തു. ദാനിയേൽ അവിടുത്തെ മൂന്നാമനായി വാഴിച്ചു. ശ്രദ്ധിച്ചോ, അന്ന് ബെൽസസർ കൊല്ലപ്പെട്ടു. എങ്ങനെ ബെൽസസർ കൊല്ലപ്പെടുന്നത് ചരിത്രം പിന്നീട് പറയാം. ബെൽസസറിനെ കൊല്ലുന്നത്, തകർക്കുന്നത് കിങ് കോരശ. നിങ്ങൾ ഈ ഹിസ്റ്ററി കേൾക്കുമ്പോൾ വല്ല കണക്ഷൻ വല്ലതും കിട്ടുന്നുണ്ടോ? കിങ് സൈറസ് ആണ് ബെൽസസറിനെ കൊല്ലുന്നത്. എന്നാ കൊല്ലുന്നേ? BC 539. അപ്പോഴത്തേന് ഏകദേശം പ്രവാസം എത്ര വർഷം എത്തി? 68. ദൈവം എത്ര വർഷം പറഞ്ഞ്? ഇനിയും കേട്ടോണേ, ഒത്തിരി കണക്കുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ കണക്കായി പോകും. BC 536 എത്തിയപ്പം, BC 536 എത്തിയപ്പം കോരശ് രാജാവ്, ചരിത്രങ്ങളൊക്കെ പിന്നീടുണ്ട്, ഒത്തിരി ഉണ്ട്. കോരശ് ആരാ? മേദ്യ പേർഷ്യ രാജാവ്. പേർഷ്യ എന്ന് പറഞ്ഞ ഇന്ന് എവിടെയാ? ഇറാന്റെ പേരും പണ്ട് പേർഷ്യ എന്നായിരുന്നു. അപ്പൊ മേദ്യ പേർഷ്യ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ബാബിലോണിനെ ആക്രമിച്ചു. ബാബിലോൺ തകർന്നുപോയി. ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇന്ന് എവിടെയാ? ഇറാഖ്. അവിടെ തകർന്നുപോയി, ആ രാജ്യം തകർന്നു. ഈ തകർന്നിട്ട് എന്തു പറ്റിയെന്നറിയോ? കിങ് സൈറസ് ഒരു ഡിക്ലറേഷൻ കൊടുത്തു. ഈ ബാബിലോണിയ രാജാവ് നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മടങ്ങിപ്പോവാം, എല്ലാവരും മടങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. ആ ഡിക്ലറേഷൻ കിട്ടുന്നത് 536. 536 ഡിക്ലറേഷൻ കിട്ടി. അപ്പൊ അതിന് 2 വർഷം മുമ്പേ, 3 വർഷം മുമ്പേ, അല്ലെ 2 വർഷം മുമ്പേ ആരെ തകർത്തു? ബെൽസസറിനെ തകർത്തു. മടങ്ങി വരാൻ പറഞ്ഞു. മടങ്ങി വന്നു. 536 7-ാം മാസത്തിലാണ് ഇവർ മടങ്ങി വരുന്നത്. നിങ്ങൾ കണക്ക് നോക്കിക്കേ. 606 മൈനസ് 536 നോക്കിക്കേ. ഓക്കെ, 536 എത്ര വർഷമായി? ദൈവം യെരമ്യാവിൽ കൂടെ പറഞ്ഞു എന്തുവാ? 70 വർഷം കഴിയുമ്പം
ഞാൻ പ്രവാസികളെ ഇവിടെ മടക്കി കൊണ്ടുവന്നു. 70 വർഷം കഴിയുമ്പോൾ ഞാൻ പ്രവാസികൾ. ഇപ്പൊ ദൈവം പറഞ്ഞാൽ നടക്കുവോ? മനസ്സിലാവുന്നുണ്ടോ? ദൈവം പറഞ്ഞാൽ നടക്കുവോ? 70 വർഷം എന്ന് പറയുന്നത് ബൈബിളിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതിന് വിളിക്കുന്നവര് റിസ്റ്റോറേഷൻ. എന്തുവാ റിസ്റ്റോറേഷൻ? ഒന്ന് പറഞ്ഞേ ആ വേർഡിന്റെ അർത്ഥം. റിസ്റ്റോറേഷൻ. റിസ്റ്റോറേഷൻ. 70 ഇസ്രയേലിന്റെ റിസ്റ്റോറേഷനാണ് കേട്ടോ. റിസ്റ്റോറേഷന്റെ സമയം. ഇനിയും എന്നാണ് ഇസ്രയേൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്? എന്നാ ഇസ്രയേലിന് എന്നാ ഇൻഡിപെൻഡൻസ് കിട്ടുന്നേ? പറഞ്ഞോ. 1948 മെയ് 14 ഇസ്രയേലിന് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. കേൾക്കുന്നുണ്ടോ? ഇൻഡിപെൻഡൻസ് കിട്ടി. ഇനി അടുത്തത്, ഇവിടുന്ന് 70 വർഷം കണക്ക് കൂട്ടുമ്പോൾ ഇവിടെ ഇവർക്ക് കിട്ടുമ്പം, ഇവർക്ക് എന്തോ കിട്ടിയില്ല. ഇവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പം ജെറുസലേമിനെ കിട്ടിയില്ല. ജെറുസലേമിനെ കിട്ടിയില്ല. ജെറുസലേമിനെ ഇവർക്ക് അന്ന് കിട്ടിയിട്ടില്ല. 1948 ഇത് ബാൽഫർ ഡിക്ലറേഷനിൽ കൂടെ UN സ്ഥലത്തെ പാർട്ടീഷൻ ചെയ്യുമ്പം എത്ര %? ഇതൊക്കെ പഠിക്കണമെങ്കിൽ നോക്കിക്കേ. ഇസ്രയേലിന് കൊടുത്തത് 55%, 55%. പാലസ്തീന് 44% പാലസ്തീന് കൊടുത്തു. ഇതിനകത്ത് കണക്കത്തിന് വ്യത്യാസമില്ലേ? എത്ര % ഇനി വരണം? എത്ര വരണം ജോടെ? 1%. 1% ആര് പിടിച്ചെന്നറിയാം? UN പിടിച്ചു. UNന്റെ കയ്യിൽ. ഇത് പാലസ്തീൻ, ഇത് ഇസ്രയേൽ. 55% ഇസ്രയേലിന് കൊടുത്തു. അതായിരുന്നു UNന്റെ പാർട്ടീഷൻ പ്ലാൻ. 55% ഇസ്രയേലിന്, 44% പാലസ്തീന്, 1% UN. അപ്പം ആ UN എവിടാ പിടിച്ചെന്നറിയാം? യെരുശലേമിനെയാ. യെരുശലേമിനെ അന്ന് കിട്ടിയിട്ടില്ല. യെരുശലേമിനെ, ഈസ്റ്റ് യെരുശലേമിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ യെരുശലേം എന്ന് പറയുന്നതിന്റെ ടെമ്പിൾ മൗണ്ട് ഉള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, യെരുശലേമിന്റെ ഒരു വശം കിട്ടി. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം, ഹാർട്ട്, ടെമ്പിൾ മൗണ്ടും അങ്ങനെയുള്ള ഹാർട്ട് അവർക്ക് കിട്ടിയിട്ടില്ല യെരുശലേമിന്റെ. പക്ഷേ ഇനി കണക്ക് ഒരു യുദ്ധം നടന്നു. യുദ്ധം നടക്കുന്ന എന്നാ? 48 മെയ് 14 രാജ്യമായി. അന്ന് രാത്രി യുദ്ധം തുടങ്ങി. അന്ന് രാത്രി യുദ്ധം തുടങ്ങി. അടുത്ത 49 യുദ്ധം കഴിയുന്നത്. യുദ്ധം കഴിഞ്ഞപ്പോഴത്തേന് ഈ കണക്ക് മാറി. ഈ കണക്ക് എന്തോ ആയെന്നറിയാമോ? ഈ കണക്ക് ഞാൻ കാണിച്ചത്. ഇങ്ങോട്ട് എഴുതാം. 77% ഇപ്പൊ ഇസ്രയേലിന്റെ പക്കത്തായി. 77% ഇസ്രയേലിന്റെ വശം ഇസ്രയേലിന് കിട്ടി. ഇവിടുത്തെ സ്ഥലമെല്ലാം കുറഞ്ഞു. 77% ഇപ്പം യുദ്ധം നടന്നതോടുകൂടി ആർക്ക് കിട്ടി? ഇസ്രയേൽ പിടിച്ചെടുത്തു. ഇസ്രയേൽ പിടിച്ചെടുത്തു. ഇനി ഇതാണ് ഒരു കണക്ക്. 48 കിട്ടിയിട്ടില്ല, യെരുശലേമിനെ കിട്ടിയിട്ടില്ല. ഇനി നിങ്ങൾ നോക്കിയോ, 48 നിന്നുകൊണ്ട് ഞാൻ ഇതങ്ങ് തുടക്കട്ടെ. എല്ലാം കൂടി എഴുതണമെങ്കിൽ ഇനി 48 ഇവിടുന്ന് 70 വർഷം കാൽക്കുലേറ്റ് ചെയ്താൽ എന്ന് വന്ന് നിൽക്കുമെന്ന് അറിയാമോ? ഇവിടുന്ന് 70 വർഷം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2028 മെയ് 14 വന്നിരിക്കും. 70 വർഷം കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ദിവസം ഭയങ്കര സംഭവം ഇസ്രയേലിൽ സംഭവിക്കും. ബൈബിൾ പഠിക്കുന്നവരെല്ലാം ഉണ്ടല്ലോ ഇസ്രയേലിനെ ഫോക്കസ് ചെയ്യും. ഇന്ന് എന്തുവാ നടക്കുന്ന അറിയാമോ? നിങ്ങൾ വീട്ടിൽ പോയി ഡേറ്റ് എടുത്തിട്ട് യൂട്യൂബിനകത്ത് അടിച്ചു കൊടുത്ത് നോക്കണം. യൂട്യൂബിനകത്ത് അടിച്ചു കൊടുക്കണം. ഈ ദിവസം എന്തുവാണ് ഇസ്രയേലിൽ സംഭവിച്ചതെന്നോ കേൾക്കണം. ഇവിടെ യെരുശലേമിനെ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു റിസ്റ്റോറേഷൻ എന്നാ വേർഡ്. 70 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ട്രംപ് ആയിരുന്നു ഈ അന്നത്തെ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ്. ട്രംപ്
ഇസ്രയേലിനെ, യെരുശലേമിനെ ഇസ്രയേലിന്റെ ക്യാപിറ്റലാക്കി ഡിക്ലെയർ ചെയ്യുക. ആ ഡിക്ലെയർ ചെയ്യുക മാത്രമല്ല, ടെൽ അവീവിൽ നിന്നുകൊണ്ട് അമേരിക്കയുടെ എംബസിയെ ക്യാപിറ്റലിലേക്ക് മാറ്റണം. ക്യാപിറ്റലിലേക്ക് മാറ്റി യെരുശലേമിലേക്ക് മാറ്റുന്ന മെയിൻ സെറിമണി ഇവന്റ് നടക്കും. ഹിസ്റ്റോറിക് ഇവന്റ്. എത്ര വർഷം കഴിയുമ്പോഴാ? എക്സാക്ട്ലി 70 years. എക്സാക്ട്ലി 70. ആ ദിവസം ഇതെങ്ങനെ സംഭവിക്കാം? നിങ്ങൾ മനസ്സിലാക്കിയോ? ലോക ഗവൺമെന്റുകളുടെ സകലത്തിന്റെ മീതെ അബവ് ഒരാളുണ്ട്. ആരാ? സകല ഗവൺമെന്റിന്റെ മീതെ ആരുണ്ട്? ഇസ്രയേലിനെ തകർക്കാൻ 48 ശേഷം അവരെ തകർക്കാൻ ആരൊക്കെ എഴുന്നേറ്റ് വന്നു? ഏതൊക്കെ രാജ്യങ്ങൾ അവരെ തകർക്കാൻ എഴുന്നേറ്റ് വന്നു? ഇവിടെ നോക്കി, 70 വർഷം, എക്സാക്ട്ലി 70 വർഷം കഴിഞ്ഞപ്പം 7-ാം മാസത്തിൽ റിസ്റ്റോറേഷനാണ്. ദൈവം മടക്കി പ്രവാസികളെ യെരുശലേമിൽ കൊണ്ടു. യെരുശലേമിനോട് ദൈവം പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എല്ലാം? യെരുശലേമിനോട് ദൈവം പറഞ്ഞായിരുന്നു, എന്നുവെച്ചാൽ ഇവരുടെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞതാ, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു, നട്ടു, എൻ്റെ വചനം നീ അനുസരിച്ച് ജീവിച്ച നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ശത്രുക്കളെ ഞാൻ മാറ്റിക്കോളാം, നിനക്ക് ഞാൻ സ്വസ്ഥത നൽകോളാം. നിനക്കിപ്പം ഞാൻ സ്വസ്ഥത തന്നു, പക്ഷെ എൻ്റെ വചനം വിട്ട് നീ പോയാ നിനക്ക് ഉള്ളതും കൂടെ പോകും. നിനക്ക് വീടുണ്ടോ, പള്ളിയുണ്ടോ, ഒന്നും നിനക്ക് എല്ലാം നഷ്ടമാവും. നിന്റെ മക്കൾ പ്രവാസത്തിൽ പോവും, എല്ലാം തകർന്നു പോകും. എൻ്റെ വചനത്തോട് നീ ആദരവ് കാണിക്കണം, എൻ്റെ പ്രമാണങ്ങളെ നീ വിട്ടുപോകരുത്. നമ്മുടെ പുതിയ നിയമത്തിൽ കുറെ ആൾക്കാർ വന്നു കർത്താവിനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്തു. കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ കർത്താവിനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ വീണെന്നു. കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ സ്വർഗത്തിൽ ചെന്നിട്ട് യേശുവിനെ കണ്ടപ്പോൾ എങ്ങനെ വീണെന്ന? മരിച്ചുപോയി, മരിച്ചവനെ പോലെ വീണു. നമ്മുടെ ആൾക്കാർ, ഇന്നത്തെ പുതിയ ജനറേഷൻ പഠിപ്പിക്കുന്നത് എന്തുവാ? ഓ, യേശു നമ്മുടെ ആളിയനല്ലേ, കർത്താവിനോട് നമുക്ക് അങ്ങനല്ലേ, കർത്താവിനെ അങ്ങ് നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാരെ പോലെ അങ്ങ് സിംപ്ലിഫൈ ചെയ്തു. കർത്താവ് മോനെ അങ്ങനല്ല, ഭയപ്പെടേണ്ടിയവനെ ഭയപ്പെടണം. അവൻ കർത്താവാം ദൈവം യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ അളിയനാകാൻ ഇറങ്ങി വന്നതല്ല, നമ്മുടെ കൂടെ കുഞ്ഞു കളിക്കാൻ ഇറങ്ങി വന്നതല്ല, നമ്മളെ വീണ്ടെടുക്കാൻ, നരകത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വന്നതാ. പക്ഷെ അവൻ മനുഷ്യനായി നടന്നു, കാര്യം ശരിയാ. പക്ഷെ അവന്റെ തേജസ്കരണം നടന്ന ശേഷം തൻ്റെ കൂടെ നടന്ന മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ പിന്നെ കണ്ടപ്പോ ഓടിച്ചെന്ന് തോളത്ത് കൈയിടാൻ ചെല്ലുവല്ലായിരുന്നു. എങ്ങനെ വീണെന്ന കേട്ടോ? ദൈവത്തിന്റെ പ്രമാണത്തെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കാത്തത് കൊണ്ട്, മനസ്സിലാകേണ്ടതുപോലെ മനസ്സിലാകാത്തത് കൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ദൈവശക്തി നഷ്ടമായിപ്പോയി. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നഷ്ടമായിപ്പോയി, പ്യൂരിറ്റി നഷ്ടമായിപ്പോയി. നമ്മുടെ വീടുകളിൽ, എൽബെഥേൽ ചർച്ചിന്റെ വീടുകളിൽ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കാൻ പഠിക്കണം കേട്ടോ. 199 എണ്ണം ദുർമാതൃക കാണിച്ചാൽ നിങ്ങൾ അതിൻ്റെ കൂടെ കൂടല്ലോ. 99 എണ്ണം ക്രിസ്ത്യാനി എന്നും പെന്തക്കോസ് എന്നും പാസ്റ്റേഴ്സിന്റെ മക്കളെന്നും എല്ലാം പേര് പറയുന്നവരായിരിക്കാം. അവരെന്തൊക്കെ അവർ കാണിച്ചല്ലോ, നിനക്ക് കാണിക്കാൻ പറ്റത്തില്ല. യു റെസ്പെക്ട് ദ വേർഡ്. അവർക്കുള്ളത് കൊടുത്തോളും ദൈവം, അവർക്കുള്ളത് ദൈവം കൊടുത്തോളും. നീ ദൈവത്തെ ബഹുമാനിക്കാൻ പഠിച്ചാൽ 99 എണ്ണത്തെക്കാട്ടിലും കൂടുതൽ ദൈവം ആരെ ഓണർ ചെയ്യും? ദൈവം നമ്മളെ ഓണർ ചെയ്യും. ആൻറ്റി, എൻ്റെ അനുഭവം നിങ്ങൾ ദൈവത്തെ ബഹുമാനിക്കാനും ദൈവസാന്നിധ്യത്തെ ഓണർ ചെയ്യാൻ പഠിച്ചു. ഒരച്ചാച്ചനും അമ്മാച്ചനും ഉപ്പാപ്പനും ഒരുത്തനുമല്ല നിങ്ങളെ ഉയർത്തുന്നത്, ഒരുത്തനുമല്ല. ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വഴികൾ ആർക്കും അടയ്ക്കാനും പറ്റത്തില്ല. തമ്പുരാൻ തുറക്കേണ്ടടുത്തോട് തുറന്ന് നിങ്ങളെ വിട്ടോളൂ.
ദൈവം നിങ്ങളെ തുറക്കേണ്ടിയിടത്തോടെ തുറന്നു വിട്ടോളൂ. നിങ്ങൾ ദൈവത്തെ മാനിക്കാൻ പഠിക്കണം. നോക്കി, 70 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളുണ്ട് ഇവിടെ 70 വർഷം കണ്ടു. നിങ്ങൾ ഇനിയും പറ, ബൈബിൾ മിസ്റ്ററി ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ വല്ലതും? അതോ തല ചൂടാവുന്നുണ്ടോ കണക്കുകൾ കേട്ടിട്ട്? അയ്യാ, ഐ യു ഗെറ്റിംഗ് സംതിങ്? നോക്കിയേ, ഇവിടെ ഇസ്രായേൽ മക്കൾ മടങ്ങി വരിക 536 മടങ്ങി വന്നു. ഞാൻ അതിന്റെ ചരിത്രങ്ങളിലോട്ട് വരാം. ഇത്രയും നിങ്ങൾക്ക് ഇപ്പം ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇസ്രായേൽ മക്കളുടെ മടങ്ങി വരവിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മടങ്ങി വരവിനെ കുറിച്ച്, ഇവര് മടങ്ങി വരുന്നത് നോക്കട്ടെ. ഞാൻ അതിൻ്റെ ഒരു ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്, PPT ചെയ്തു വെച്ചിട്ടുണ്ട്, നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ആ സമയം കൊണ്ട്. ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽസ് റിട്ടേൺ. ഇസ്രായേലിന്റെ മടങ്ങി വരവ്, ഒന്നാമത്തെ പ്രാവശ്യത്തെ മടങ്ങി വരവ്. എഴുതി വെച്ചു. BC യെരമ്യാവ് പ്രവാചകനാകുന്നത് എന്നാ 626 ആ ചരിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ മടങ്ങി വരവ് വരുക. നമ്മൾ BC 536 ഇവിടെ കണ്ടല്ലോ. ഒന്നാമത് മടങ്ങി വരുന്ന ഫസ്റ്റ് ഗ്രൂപ്പ് റിട്ടേൺ ചെയ്യുക 536. എത്ര പേരാ മടങ്ങി വരുന്നേ? നോക്കിയേ, എത്ര പേരാ മടങ്ങി വരുന്നതെന്ന് പറഞ്ഞോ. 50,000 പേർ. 50,000 പേര് മടങ്ങി വന്നു. അവരെ നടത്തിയിരുന്നത് ആരാ? സെരുബാബേൽ. സെരുബാബേൽ ആരായിരുന്നു? ഗവർണർ. സെരുബാബേലിന്റെ കൂടെ വേറെ ആരുണ്ടായിരുന്നു? ജോഷുവ. ആരായിരുന്നു അദ്ദേഹം? ഹൈ പ്രീസ്റ്റ്. ജോഷുവ എന്ന മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കൂട്ടറിൽ എത്ര പേരാ മടങ്ങി വന്നേ? 50,000 പേർ. 50,000 പേർ. 50,000 പേർ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇത് 50,000 പേര് മടങ്ങി വന്നു. ഇവർ 50,000 പേര് മടങ്ങി വന്നതിന്റെ ചരിത്രം എസ്ര എന്ന് പറഞ്ഞ ഒരു വ്യക്തി എഴുതിയിട്ടുണ്ട്. എസ്രയുടെ ചരിത്രത്തിൽ ഒന്നാമത്തെ മടങ്ങി വരവിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കി. എസ്ര പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 തൊട്ട് 6 വരെ വായിച്ച്. ഒന്നാമത് അവർ മടങ്ങി വന്നിട്ട് അവരെന്ത് ചെയ്തു എന്നൊന്ന് വായിച്ച്. എല്ലാവരും ഒന്ന് നോക്കി. ഒന്നാമത്തെ മടങ്ങി വരവ് എന്ത് ചെയ്തു എന്നൊന്ന് വായിച്ച്. വായിച്ചോട്ടെ. വായിച്ച് ഒന്ന് തൊട്ട് വായിച്ച്. 1 എസ്രാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 തൊട്ട് 6 വരെ വായിച്ചോട്ടെ. ഏഴാം മാസത്തിൽ ജനം ഒരുമനപ്പെട്ട് യെരൂശലേമിൽ വന്നുകൂടി. യോസാദാക്കിന്റെ മകനായ യേശുവയും അവന്റെ സഹോദരന്മാരായ പ്രഭുക്കന്മാരും ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലും അവന്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശെയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ യാഗപീഠം പണിതു. അവർ ദേശത്തെ നിവാസികളെ പേടിച്ചിട്ട് യാഗപീഠത്തെ അതിന്റെ പണ്ടത്തെ നിലയിലാണ്. അതിന്റെ യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കാലത്തും വൈകുന്നേരത്തും ഉള്ള ഹോമയാഗങ്ങളെ തന്നെ എഴുതിയിരിക്കുന്ന പോലെ
അവർ കൂടാര പെരുന്നാൾ ആചരിച്ചു. ഓരോ ദിവസത്തേക്കുമുള്ള നിയമപ്രകാരം അതൊരു ദിവസത്തിന്റെ ആവശ്യം പോലെ ഹോമയാഗം കഴിച്ചു. ശ്രദ്ധിച്ചോ? അയ്യോ എൻ്റെ ദൈവമേ, കഴിഞ്ഞു. എൻ്റെ 6-ാം വാക്യം അവനെ വായിച്ചോ. അതിനുശേഷം അവർ നിരന്തര ഹോമയാഗങ്ങളും അമാവാസികളും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചതിന് ഉത്സവങ്ങൾക്കൊക്കെയും യഹോവയ്ക്ക് ഔദാര്യദാനങ്ങൾ കൊടുക്കുന്ന ഏവർക്കും ഉള്ള യാഗങ്ങളും അർപ്പിച്ചു. 7-ാം മാസം 1-ാം തീയതി മുതൽ അവർ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പാൻ തുടങ്ങി. എന്നാൽ യഹോവയുടെ മന്ദിരത്തിന്റെ അടിസ്ഥാനം അതുവരെ ഇട്ടിരുന്നു. ആൻറ്റി വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ പിമ്പിലുള്ള ആ ചരിത്രങ്ങൾ എൻ്റെ മനസ്സിലേക്ക് അങ്ങോട്ട് വാക്യത്തെ ഓരോ 7-ാം മാസം 1-ാം തീയതി എന്തുവാ നടക്കേണ്ടത്, 7-ാം മാസം 10-ാം തീയതി എന്ത് നടക്കണം, 7-ാം മാസം 15-ാം തീയതി എന്ത് നടക്കണം. ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴേ, ഡേറ്റ് കേൾക്കുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് ആ ഫീസ്റ്റുകളുടെ ആ സാധനങ്ങളെല്ലാം കയറി വരിക. മനസ്സിലായി? നിങ്ങൾ ഇങ്ങനെ ദൈവവചനം പഠിക്കണം. ഇന്നിച്ചിരി ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ. ചിലപ്പോൾ 2-3 വട്ടം കേൾക്കേണ്ടി വരും. ഏത് പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്തെന്ന് അവിടെ എഴുതിയേക്കുന്നത്? കൂടാര പെരുന്നാൾ. എന്നാ കൂടാര പെരുന്നാൾ? എത്രാം മാസം? 7-ാം മാസം. എത്രാം തീയതിയാ? അവിടെ തീയതി എഴുതിയിട്ടില്ല. 7-ാം മാസം 15-ാം തീയതി തൊട്ട് 7 ദിവസമാണ് കൂടാര പെരുന്നാൾ. ഇനി 7-ാം മാസത്തിന് 1-ാം തീയതി തൊട്ട് യാഗം നടത്തിയെന്ന്. എന്തിനു വേണ്ടിയിട്ടുള്ള യാഗം നടത്തി? ഫീസ്റ്റുകളുടെ യാഗം നടത്തിയെന്ന്. ഏത് യാഗത്തിനാ? അല്ല, 1-ാം തീയതി തൊട്ട് നടക്കുന്നത്. 7-ാം മാസം 1-ാം തീയതി നടക്കുന്നത് കാഹളധ്വനി പെരുന്നാളാണ്. കാഹളധ്വനി പെരുന്നാൾ തൊട്ട് അടുത്ത 10 ദിവസം ആത്മതമനം ചെയ്യണം. 10-ാം തീയതിയാണ് ഫീസ്റ്റ് ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ബലി, യോങ്കിപ്പൂർ അല്ലേ? യോങ്കിപ്പൂർ നടക്കണം. മനസ്സിലാകുന്നുണ്ടോ? 7-ാം മാസം വന്നു, ആലയത്തിന് അടിസ്ഥാനം വിട്ടില്ല. നിങ്ങൾ എനിക്ക് അവിടെ ഭയങ്കര ആഴമാണ്. നിങ്ങളോട് ഞാൻ ചോദിക്കുക, നമ്മളും കൂടെ ആ കൂട്ടത്തിലുണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്തു. 50,000 പേര് നടന്ന് ബാബിലോണിൽ നടന്നു വരിക. ബാബിലോൺ എവിടെയാ? ഇറാഖ്. ബാബിലോൺ ഇറാഖാ. ഇറാഖിൽ നടന്നു വരിക. ഇറാഖിൽ നിന്ന് നടന്നു വരുന്ന കൂട്ടത്തിൽ ഇത്ര മൈല് ദൂരം നടന്നു വന്ന് പട്ടണത്തിലേക്ക് വന്നു. ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഇവിടെ വസിച്ച സ്ഥലമാണ്. പിതാക്കന്മാരും ഉണ്ട്. അവർ പറയുമ്പോൾ അവരൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുപോലെ സ്ഥലം മൊത്തം തകർന്നു പോയി. കാട് കയറി തകർന്ന് കുറുനരികളും കുറുക്കന്മാരും എല്ലാം കൂടാക്കി നശിച്ച് എല്ലാം തകർന്നു പോയി. നിങ്ങളാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നെങ്കിൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ ആദ്യമേ നമുക്കൊരു വീട് പണി, ഇല്ലയോ? പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം, നമുക്ക് നമ്മുടെ സിറ്റിയൊക്കെ, നമ്മുടെ ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് ഒന്ന് റോഡൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇൻഫ്രാസ്ട്രക്ചർ വരണം. അത് കഴിഞ്ഞൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് വെക്കണം. വല്ലതും കഴിക്കണ്ടായോ? ഒരു 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 സൂപ്പർ മാർക്കറ്റ് തുടങ്ങണ്ടായോ? അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് പഠിക്കണ്ടായോ? ഒക്കെ കൺസേൺ. സ്കൂൾ തുടങ്ങണം. ഇതൊക്കെ ഒന്നാണ് എല്ലാവരും കൂടി സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? യാഗം നടത്താൻ. പള്ളിക്ക് വേണമെങ്കിൽ പള്ളിയുടെ കാര്യം പിന്നീട് നോക്കും. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുക, ഇവർക്കൊരു പ്രമാണം അറിയാം. ഇവർക്കറിയാവുന്ന പ്രമാണം എന്തോ അറിയാം? നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അതൊന്നുമല്ല. നമ്മൾ ദൈവത്തിന്റെ കാര്യം നോക്കിയാൽ മതി. ദൈവം നമ്മുടെ കാര്യം നോക്കിക്കോ. ഇവരാദ്യമേ വന്ന് അവിടെ ക്ലീൻ ചെയ്തിട്ട്, ആലയത്തിന് വേണ്ടിയിട്ടുള്ള ആ സ്ഥലത്ത് വന്ന് ക്ലീൻ ചെയ്തിട്ട് അവര് യാഗപീഠം പണിതു. ആണോ? എന്തോ ചെയ്തു? യാഗപീഠം. നമ്മുടെ ജീവിതത്തിൽ, ഞാനിത് ഒത്തിരി സ്ഥലത്ത് പ്രസംഗിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മക്കളുടെ വിദ്യാഭ്യാസം ഇമ്പോർട്ടൻ്റാ, എല്ലാം ഇമ്പോർട്ടൻ്റാ. പക്ഷെ അതിലേറ്റവും ഉപരി ഇടിഞ്ഞുപോയ യാഗപീഠം നമ്മുടെ വീട്ടിൽ പണിതില്ലെങ്കിൽ ബാക്കി എല്ലാം ഇടിഞ്ഞു പോകും. ഇടിഞ്ഞുപോയ യാഗപീഠം നമ്മുടെ വീട്ടിൽ പണിതില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നിങ്ങൾ ഈ ദൈവവചനത്തിന്റെ മിസ്റ്ററി കേൾക്കുമ്പോൾ ഓർത്തേ, നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ട മുൻതൂക്കം നിങ്ങൾ കൊടുക്കും. എവ്രിവൺ ആദ്യം വന്ന് യാഗപീഠം പണിതു.
ഫസ്റ്റ് വന്നവിടെ യാഗപീഠം വേണം. യാഗപീഠം അതിന്റെ സമയത്ത് അർപ്പിക്കാൻ തുടങ്ങി. എന്നെങ്കിൽ സമയം തെറ്റി അർപ്പിക്കല്ലേ, സമയം തെറ്റി അർപ്പിക്കല്ലേ. യാഗപീഠം, ദൈവത്തിന്റെ പ്രമാണത്തിന് ഒരിക്കലും വീഴ്ച വരാൻ പറ്റത്തില്ല, വീഴ്ച വരാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ചെയ്യാം, ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇതിനുപോലെ നീ അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല, നീ ചെയ്യേണ്ട പോലെ ചെയ്താലേ പറ്റൂ. ദൈവകാര്യങ്ങളോട് യു ഹാവ് ടു ടേക്ക് എ സ്റ്റാൻഡ് അല്ലേ. നമ്മുടെ ചില ആൾക്കാർ പറയും എനിക്കിപ്പോ സൗകര്യമില്ല, സൗകര്യം ഉള്ളപ്പം ചെയ്യാന്ന് പറയും. എനിക്കിപ്പോ സൗകര്യമില്ല, സൗകര്യം ഉള്ളപ്പം ചെയ്യാം. എന്ത് പറ്റുന്ന അറിയാമോ? അവർ വേറെ ആൾക്കാരെ എന്റെ സ്ഥാനത്തേക്ക്. ദൈവത്തോട് പറയാൻ പറ്റത്തില്ല, നീ സൗകര്യം ഉള്ളപ്പോഴല്ല, സൗകര്യം ഇല്ലാത്തപ്പോഴല്ല, ഈ ഷുഡ് ഡു നൗ. നീ ഇപ്പം തന്നെ ചെയ്താലേ പറ്റൂ. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഈഗോ ക്ലാഷ് ആവും. ഈഗോ, നമ്മളെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കി, ദൈവത്തിന് ട്യൂൺ ചെയ്ത് കൊടുത്തേ. സമയം തെറ്റിയല്ല ചെയ്യേണ്ടി, അതിന്റെ കാലത്തും സന്ധ്യയ്ക്കും സമയം പറഞ്ഞിട്ടുണ്ട് അവിടെ. അമാവാസിയിലും പൗർണവാസിയിലും ആണോ ആന്റി? അങ്ങനല്ലേ വാക്യം? ഇംഗ്ലീഷിൽ ന്യൂ മൂൺ ഡേയും ഫുൾ മൂൺ ഡേയും. അങ്ങനെ അമാവാസിയിലും പൗർണവാസിയിലും കണ്ടോ? 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ നോക്കി. എത്ര വാക്യ? വായിച്ചു. ന്യൂ മൂണില് ഓൾ ദി അപ്പോയിന്റഡ് ഫീസ്റ്റ്. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ സമയമുണ്ടെന്ന്. സമയം തെറ്റി ചെയ്യാൻ പറ്റത്തില്ല. കണ്ടോ? എഴുതിയിരിക്കുന്നത്, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കൂടാര പെരുന്നാൾ ആചരിച്ചു. ഓരോ ദിവസത്തേക്ക് നിയമപ്രകാരം അതത് ദിവസത്തിന് ആവശ്യം പോലെ അവർ ഹോമയാഗം കഴിച്ചു. എന്ന് വെച്ചാൽ ഓരോ ദിവസത്തിനും ഓരോ ഹോമയാഗമുണ്ട് കേട്ടോ. ഈ 10 ദിവസമുള്ള ഹോമയാഗമുണ്ട്, നിരന്തര ഹോമയാഗമുണ്ട്. കാരണം ആത്മദമനം ചെയ്യുന്നതിൻ്റെ അന്ന് ഓരോ ദിവസം ഒരു കാളക്കിടാവോ ആട്ടുംകുട്ടിയോ ഇങ്ങനെ ഒരു കണക്കുണ്ട്. ആ കണക്ക് പോലെ. ഇല്ല കർത്താവ്, ഇന്നലെ ഞാൻ അർപ്പിച്ചായിരുന്നു, മിനിങ്ങാന്ന് അർപ്പിച്ചായിരുന്നു, മോനെ മൊത്തം പോയി. പഴയ നിയമത്തിൽ അങ്ങനെ പ്രമാണം. നീ ഒരെണ്ണം തെറ്റിച്ച മൊത്തം പോയി. നിന്റെ ആ സീസൺ കഴിഞ്ഞു. പുതിയ നിയമത്തിൽ കൃപയാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കൃപയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് തെറ്റിക്കാം, നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാം എന്നല്ല കൃപയെന്നുള്ള വീടിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഗ്രേസ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തോന്നറിയാം? നിനക്ക് എന്ത് പാപവും ചെയ്യാം, എവിടെയും പോകാം, എന്തും കഴിക്കാം, എങ്ങനെയും ജീവിക്കാം, പിന്നെ വന്ന് അനുഗമിച്ചാൽ മതി. കൃപയുണ്ടല്ലോ. അങ്ങനല്ല. നീ സത്യത്തിൽ തന്നെ നടക്കണം. ജീവിതത്തിൽ എവിടെയെങ്കിലും അബദ്ധം പറ്റിയാൽ, ബൈബിളിൽ യാഗങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞ അഥവാ ഒരാള് എന്തിലേലും പിഴച്ചു പോയ, അഥവാ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും പറ്റിയ നമുക്ക് യേശു കർത്താവിന്റെ അടുക്കൽ ഓടിച്ചല്ല. അവിടെ കൃപ കാണിക്കുന്നത്. പക്ഷെ അതൊരു ലൈസൻസ് ആയിട്ട് എടുക്കല്ലേ. ലൈസൻസ് ആയിട്ട് അത് എടുക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നോ എന്നൊക്കെ? നമുക്ക് വീഴ്ച വരാം, മനുഷ്യനാ. ദൈവസന്നിധിയിൽ ഏറ്റു പറയണം, ഉപേക്ഷിക്കണം, ഇനി അത് ചെയ്യല്ലേ. അവിടെ കൃപ. നിങ്ങൾ കേട്ടെ, ആദ്യമേ ചെയ്ത് യാഗപീഠം പണിതു. എന്നെ അവിടെയും ഭയങ്കര ചിന്തിപ്പിച്ചു കേട്ടോ. യാഗപീഠം പണിതു. യാഗപീഠ സമയത്ത് അർപ്പിക്കേണ്ടത് അർപ്പിച്ചു. സമയം തെറ്റല്ലേ, ഭയങ്കര ഇമ്പോർട്ടന്റ്. സമയം തെറ്റാതെ അവർ അർപ്പിച്ചു. ഈ യാഗപീഠം ആലയത്തിന് അടിസ്ഥാനം ഇട്ടിട്ടില്ലെന്ന് നിങ്ങൾ പഠിച്ചു നോക്കിയോ. ഞാൻ ഇവിടെ അവിടോട്ടാ വരുന്നേ, 520 വരുന്നേ. 520 വരിക, 520 വരിക. കാരണം ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണമായിരുന്നു. ചെയ്യാതിരുന്നത് കൊണ്ട് എന്ത് പറ്റി? ഇന്ന് കഷ്ടപ്പെടുക. ഡബിൾ ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നു, ട്രിപ്പിൾ ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നു. തലമുറകൾ പ്രവാസത്തിൽ പോയി. മടങ്ങി വന്നിട്ട് അവർ തീരുമാനിച്ചു ഇനി കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, അവന്റെ വചനത്തിന്റെ പ്രമാണം ഞങ്ങൾ തെറ്റിക്കൽ. മോനെ ആദ്യം ഇതങ്ങ് ചെയ്താൽ പോരായോ? തെറ്റിക്കല്ല. ഇവരെ യാഗപീഠം വേണം. പേടിച്ച
ഏതു നിമിഷം മതിലില്ല, സ്പിരിച്വൽ വോളും ഇല്ല, ഫിസിക്കൽ വോളും ഇല്ല, സ്പിരിച്വൽ വോളും ഇല്ല. അതുകൊണ്ട് ചെയ്യുന്നത് എങ്ങനെ? പേടിച്ച അയൽ രാജ്യങ്ങളെ പേടിച്ച ചെയ്യുന്നത്. എന്നാലും ഒരു സമയം തെറ്റിച്ചില്ല, ചെയ്യാൻ തുടങ്ങി. യാഗപീഠം ഉയർന്നു. 2 വർഷക്കാലം അല്ലെ, 2 വർഷക്കാലം 536 വന്നു, 534 വരെ, 534 വരെ കേട്ടോ, 2 വർഷം അവര് 2 വർഷം നിരന്തരമായി യാഗം നടത്തി. നമ്മൾ ദൈവത്തിന്റെ പ്രമാണം തെറ്റിച്ചാൽ നമ്മൾ ഡബിൾ വിലയെ കൊടുക്കണം. എത്ര കഷ്ടപ്പെട്ടായാലും, എത്ര വേദനപ്പെട്ടാലും നിങ്ങൾ മനസ്സിലാക്കൂ, ദൈവകാര്യങ്ങൾക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കണം. നെവർ. ഇനി 34 ആലയത്തിന് അടിസ്ഥാനം ഇടുന്നത്. ഞാൻ ഇവിടെ കിടപ്പാണ്. 34 ആലയത്തിന് അടിസ്ഥാനം ഇടുന്നു. എസ്രാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 8 തൊട്ട് 13 വരെ, 5 തൊട്ട് 16 വരെ. 36 വന്നത്. കണക്ക് കിട്ടുന്നുണ്ടോ? 36 വന്നേ. എന്നാ ആലയത്തിന് അടിസ്ഥാനം ഇടുന്നത്? എന്നാ 34. 34 ആലയത്തിന് അടിസ്ഥാനം ഇട്ടു. പക്ഷേ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലം നിമിത്തം ആ ഇട്ട വർക്ക് അന്ന് തന്നെ, ആ വർഷം തന്നെ സ്റ്റോപ്പായി പോയി. പണി നടന്നില്ല. അടിസ്ഥാനം ഇട്ടതേ ഉള്ളൂ. ആലയത്തിന് അടിസ്ഥാനം ഇട്ടിട്ടും പണി നടക്കുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? എന്താ കാര്യം? നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് ചിന്തിച്ചു? സ്പിരിച്വൽ കാവല് മടങ്ങി വന്നിട്ടില്ല. ആലയം പണിയാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അന്നേരം ഒരു വീട് പണിയാൻ പോയാൽ എങ്ങനെ ഇരിക്കും? ആലയം പണിയാൻ നോക്കി. ആരാ അടിസ്ഥാനം ഇടുന്നേ? സെരുബാബേൽ. 1-ാമത്തെ ആലയം ശലോമോന്റെ ആലയം, 2-ാമത്തെ ആലയത്തിന് വിളിക്കുന്ന ഒരു സെരുബാബേലിന്റെ ആലയമാണ്. അടിസ്ഥാനം ഇട്ടു, പക്ഷേ പണി നിന്നു. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലം. നിങ്ങളുടെ വീട്ടിലേക്ക് എവിടെയെങ്കിലും ഇന്റേണലോ എക്സ്റ്റേണലോ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ഓർത്തോ, എവിടെയോ കാവലൊരു പ്രശ്നമുണ്ട്. ജീവിതത്തിൽ എവിടെയെങ്കിലും നഷ്ടങ്ങൾ തുടർമാനമായി വരുന്നുണ്ടെങ്കിൽ, ഈ വാക്കുകൾ നിങ്ങളെ ചിലപ്പോൾ ദൈവം ആഴത്തി പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മീതെ ദൈവത്തിന്റെ കൃപയും കരുണയും ഉള്ളതുകൊണ്ട്. 2, നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിന്റെ പണി അടുത്ത് നടക്കണം. വേലി കെട്ടണം. എനിക്ക് മനസ്സിലാകുന്ന, ഞാൻ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും, ചിലരുടെ വേലി പാരമ്പര്യമായിട്ട് പൊളിഞ്ഞു പോയതാണ്. എന്നെ കർത്താവ് കാണിക്കുക. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ പാരമ്പര്യമായിട്ട് പൊളിഞ്ഞു കിടക്കാണ്. പാരമ്പര്യ പ്രശ്നത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, ജീവിതത്തിൽ ആരുടെയെങ്കിലും ലൈഫിൽ നഷ്ടങ്ങൾ വരാനുള്ളതിന്റെ കാരണം പാരമ്പര്യമായിട്ട് കിടക്കുന്ന തകർച്ച, കുടുംബപരമായിട്ട് കിടക്കുന്ന മതിലില്ലാത്തത്, നിങ്ങളുടെ ലൈഫിൽ അത് കയറി അറ്റാക്ക് ചെയ്തു. അത് നിങ്ങളുടെ തലമുറ കൊണ്ട് നിങ്ങൾ തകർത്ത് കളഞ്ഞു. നിങ്ങളുടെ മരണത്തിന് മുമ്പേ, അല്ലെ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ജീവിതം മതില് കെട്ടി, നിങ്ങളുടെ തലമുറകൾക്ക് ചുറ്റും മതില് കെട്ടിയിട്ടേ പോകാവൂ. അത് നിങ്ങളുടെ തലമുറകൾക്ക് പോലും അനുഗ്രഹമായിരിക്കും കേട്ടോ. പാരമ്പര്യത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലം എല്ലാം മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞു. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയായിരുന്നു. ബാക്കി ചിന്തിക്കാം. ആലയത്തിന്റെ പണി പോലും നടന്നില്ലെന്ന്. ആലയത്തിന്റെ പണി. ശരി, നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ആലയത്തിന്റെ പണി പോലും നടന്നില്ല. കാരണം എന്താ? മതിലില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ പാസ്റ്ററെ, അപ്പൊ മതിൽ വന്നതിന് ശേഷം അത് ചിന്തിക്കാം. അപ്പൊ പാസ്റ്റർ അങ്ങനെ പഠിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, അത് നിങ്ങൾ കൂടെ ചിന്തിക്കണം. അതിനെ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഇട്ട് തരുന്നത്. അപ്പൊ പാസ്റ്റർ, അപ്പൊ മതിൽ വന്നാലോ? മതിൽ വരുമെന്ന് വന്നത്തെ പിന്നെ ആലയം പണി നടന്നോ, എന്തൊക്കെ സംഭവിച്ചെന്ന് കാണിച്ചു തരാം. മതിലില്ലാത്തപ്പം പണി നടന്നിട്ടില്ല. അപ്പൊ മതിൽ വന്നാലോ?
ഐ തിങ്ക് വെരി ഡീപ്ലി. ഒത്തിരി ഡീപ്പായിട്ട് ചിന്തിച്ചു നോക്കി. നമ്മുടെ ലൈഫിലൊക്കെ പലയിടത്തും നമ്മൾ ഈ കാവലെന്ന് പറഞ്ഞ വിഷയത്തെ മറന്നു. നമ്മൾ ഓടുക, എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്തുള്ള ഓട്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ ഫ്ലറിഷ് ആകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച നടക്കുന്നില്ല. സർവൈവ് ചെയ്ത് പോകുന്നു. ചില ഏരിയ ബ്ലെസ്സിങ് ഉണ്ട്, ചില ഏരിയ മൊത്തം തകർന്ന് നടക്കും. അല്ല, ദൈവമാണോ ആറ്റരികത്താണോ നിന്നെ നട്ടത്? ദൈവം നട്ട വൃക്ഷമാണെങ്കിൽ അവന്റെ ഇല പച്ചയായിരിക്കും, ഇല വാടത്തില്ല. ഇങ്ങേ സൈഡിൽ നോക്കിയാലും ഇതൊരു ചെടിയാണെങ്കിൽ ഇതൊരു ചെടിയാ, അതിന്റെ ഒരു വശത്തൂടെ നോക്കിയാലും പച്ചയായിരിക്കും. ഇങ്ങേ വശത്ത് നോക്കിയാലും എന്തായിരിക്കും? പച്ചയായിരിക്കും. ഇങ്ങേ വശത്ത് നോക്കിയാലും പച്ചയായിരിക്കും. ഇവിടെ നോക്കിയാലും പച്ചയായിരിക്കും. അതാ ദൈവം നട്ടതിന്റെ ഗുണം. യേശുവിന്റെ നാമത്തിൽ ദൈവമക്കളുടെ എല്ലാ ഏറിയായും പച്ചയാകട്ടെ. പച്ചയല്ല, നീ ഫലമുള്ളവനാകട്ടെ. ഫലമുള്ളവനാകട്ടെ. പ്രാക്ടീസ് ദ വേർഡ് ഓഫ് ദ ലോർഡ്. കേൾക്കാനല്ല, പ്രാക്ടീസ്. ചിലയിടത്ത് പെയിൻ ആയിരിക്കാം, ചിലയിടത്ത് പെയിൻ ആയിരിക്കാം. പ്രാക്ടീസ്, പ്രാക്ടീസ്. നമുക്ക് ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താം. അടുത്ത ആഴ്ച നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. എന്തു പറയുന്നു? അല്ലേ? ഇന്ന് കേട്ടതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇന്ന് കേട്ടതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറ. എവിടെയെങ്കിലും. ഇവിടെ വരെ നമ്മൾ ചിന്തിച്ച് കേട്ടോ.